എല്ലാ മലയാളികൾക്കും മലയാളിയുടെ സ്വന്തം ചാനലായ ബെസ്റ്റ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. സോ ഇതുവരെ ഞങ്ങളുടെ ഫേസ്ബുക്കിന്റെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഫേസ്ബുക്കിന്റെ പേജ് ലൈക്ക് ചെയ്യുക. ആം, അത് ലൈക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളുടെ ഏത് ക്വസ്റ്റ്യൻ വേണമെന്നോ ആൻസർ ചെയ്യാം. നിങ്ങളിവിടെ മെസ്സേജ് ചെയ്യുക, ഒരു പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാളിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബിൻ്റെ തൊട്ട് വീഡിയോയുടെ അടിയിൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഒരു വീഡിയോ ഒരു DVDയിൽ റൈറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കമ്പ്യൂട്ടറിൽ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ന്യൂറോ സ്മാർട്ട് എന്ന് പറഞ്ഞ്. സാധാരണ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അത് ഒത്തിരി സ്ഥലം വെറുതെ കളയും, അതുപോലെ തന്നെ അത് ഭയങ്കര നഷ്ടവുമാണ്. സോ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന പുതിയൊരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ പേര് DVD ഫ്ലിക്ക് എന്നാണ്. സോ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് DVD മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. സോ ഇത് ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് തൊട്ട് താഴെയുള്ള ഡൗൺലോഡ് ലിങ്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൻ്റെ തൊട്ടടിയിലാണ് ഈ ലിങ്ക്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതൊരു DVD ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിവിടെ സേവ് ചെയ്യപ്പെടും. സോ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. സോ അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ DVD ഫ്ലിക്ക് എന്ന് സെർച്ച് ചെയ്യുക. സോ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ആയി വരും. സോ ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇവിടെ തന്നെ ചെയ്യാം. സോ ആഡ് ടൈറ്റിൽ ആദ്യം കൊടുക്കുക. അതിനുശേഷം അത് ഇഷ്ടമുള്ള വീഡിയോ, ഞാനിപ്പം ഏതെങ്കിലും ഒരു സിനിമ എടുത്തിടാൻ പോവുകയാണ്. ജേർണി ടു ദ മിസ്റ്റീരിയസ് ഐലൻഡ്. സോ അതെടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എഡിറ്റ് ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പേര് അത് തന്നെ വേണമെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ, ഇത്ര ചാപ്റ്റേഴ്സായിട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കറക്റ്റാണോ, ഓഡിയോ ട്രാക്സും വീഡിയോ ട്രാക്സും ഉണ്ടോ നോക്കുക. രണ്ടും ഉണ്ടെങ്കിൽ സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രോജക്റ്റ് സെറ്റിംഗ് എടുക്കുക. അതിനുശേഷം പ്രോജക്റ്റിന് പേര് കൊടുക്കുക, MOVIE. അതിനുശേഷം ഇതൊക്കെ അതുപോലെ തന്നെ കിടക്കണം. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, അതെല്ലാം അതുപോലെ തന്നെ കിടക്കണം. അതിനുശേഷം ഓഡിയോ, അതെല്ലാം അതുപോലെ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ബേണിങ്ങെ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ ക്രിയേറ്റ് ISO ഇമേജ് കൊടുക്കുക, അതുപോലെ ബേൺ പ്രോജക്റ്റ് ടു ഡിസ്ക് കൊടുക്കുക. സോ ഡിസ്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. സോ ഇത് ബാക്ക് അടിക്കുക, ഡിസ്ക് ലേബൽ മൂവി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്, സിനിമയുടെ പേര് അതുപോലെ. സോ ഇത് നിങ്ങൾക്ക് സാധാരണ ഞാൻ ഇത് മുഴുവൻ ചെയ്യും, കാരണം സിസ്റ്റം എപ്പോഴും ക്ലീൻ ആയിരിക്കും ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ സ്പീഡ് നിങ്ങൾക്ക് 16 വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8x കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് 10 വരെ ഉള്ളെങ്കിൽ 5 കൊടുക്കാം. സോ എനിക്ക് 16 വരെ ഉണ്ടെങ്കിൽ 6 കൊടുക്കുന്നത്. സോ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം മെനു സെറ്റിംഗ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെനു ഇതിനായിട്ട് സെലക്ട് ചെയ്യാം. സോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലേ വരും, 2 ഷോട്ട്സ് വരും. ഇപ്പം 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണമായിട്ട് ചെയ്യാം. അതുപോലെ ഇത് വെക്കാം നിങ്ങൾക്ക്. സിമ്പിൾ ബ്ലാക്ക് ഉണ്ട്, സിമ്പിൾ വൈറ്റ് ഉണ്ട്, പാർട്ടി സ്റ്റൈലുണ്ട്. സോ സിമ്പിൾ ബ്ലാക്കും സിമ്പിൾ വൈറ്റും ആണ് ഞാൻ സാധാരണ വെക്കാറ്. സോ അത് അക്സെപ്റ്റ് കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് ഈ ബേണിങ് ISO. അത് ഉറപ്പായിട്ടും കറക്റ്റായിട്ട് ചെയ്യുക. അത് മാത്രമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം. ഒരു സിനിമ മാത്രമല്ല, നിങ്ങൾക്ക് 2-3 എണ്ണം ഒരുമിച്ച് ആഡ് ചെയ്യാം. ഒത്തിരി സ്പേസ് ആകത്തില്ല. ഇത് 98 കാണിച്ചാലും രണ്ടും വേറെ വേറെ ഇതായിട്ട് കാണിക്കും. സോ ഇത് രണ്ടും ഏകദേശം ഒത്തിരി നേരം, ഇത് ഒന്നും ഏകദേശം രണ്ടും കൂടെ 3 മണിക്കൂറിന് മേളിലുണ്ട്. സോ ഏകദേശം അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാം. സോ അതിനുശേഷം ക്രിയേറ്റ് DVD ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നതാണ്. എൻകോഡ് ചെയ്യാൻ തുടങ്ങും. ഇത് കുറച്ച് നേരം എടുക്കുന്ന പ്രോസസ്സാണ് ഇത്, കാരണം ഇത് DVD ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും നേരം എടുക്കുന്നത്. സോ ഗൈസ് അത്രയേ ഉള്ളൂ. മറക്കാതെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.